നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറെ അധികം വീഡിയോകൾ ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് ഇന്നും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചൊവ്വ ഇപ്പോൾ ചിങ്ങം രാശിയിൽ എത്തിയിരിക്കുകയാണ്. ചിങ്ങം രാശിയിൽ നിന്നുകൊണ്ട് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയെ നോക്കുന്നു. ശനിയാകട്ടെ കന്നി രാശിയിലേക്കും നോക്കുന്നു. കാളസർപ്പദോഷം, ചൊവ്വയുടെ അതിമാരകമായിട്ടുള്ള ശക്തിയുള്ള വർഷം, കൂടാതെ വ്യാഴത്തിന്റെ അതിചാരം എന്നീ 3 ദോഷകാര്യങ്ങൾ ഒരേപോലെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ചില അവസ്ഥകളാണ് ഗോചരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് ചൊവ്വയുടെ അതിമാരക വർഷം, കാളസർപ്പദോഷം, വ്യാഴത്തിന്റെ അതിചാരം, അഗ്നിമാരുത യോഗത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥ എന്നിവയൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഈ ജൂൺ മാസം 7-ാം തീയതി കാലത്ത് ഏതാണ്ട് 2 മണിയോടുകൂടി ചൊവ്വ രാശി മാറി ചിങ്ങം രാശിയിൽ എത്തിയിരിക്കുകയാണ്. അതിതീക്ഷ്ണനായിട്ടുള്ള സൂര്യന്റെ ആഗ്നേയ രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് ചൊവ്വ കൂടി കടന്നതോടെ അഗ്നി ലോകമെങ്ങും വ്യാപിക്കുകയാണ്. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്. ശനിവത് രാഹു എന്നാണ്, കുജവത് കേതു എന്നാണ്. ചൊവ്വയോടുകൂടി ചൊവ്വയ്ക്ക് സമാനമായി പറയുന്ന കേതുവും എത്തി നിൽക്കുന്നു. അതേ സമയത്ത് ശനിക്ക് പകരക്കാരനായിട്ടുള്ള രാഹു ആകട്ടെ കൃത്യം 7-ാം രാശിയിൽ നിന്നുകൊണ്ട് അഗ്നിമാരുത യോഗത്തിന് തുല്യമായിട്ടുള്ള ഫലങ്ങൾ ചെയ്യുകയാണ്. അത് കന്നി രാശിയിലേക്കും അതിന്റെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ കേരളത്തിനും ദുഷ്കരമായിട്ടുള്ള അവസ്ഥയാണ്, സമയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യുദ്ധകാരകനായിട്ടാണ് കേതുവിനെ കണക്കാക്കപ്പെടുന്നത്. ചൊവ്വയ്ക്ക് കേതു യോഗം വന്നിരിക്കുകയാണ്. ചൊവ്വയാകട്ടെ ശനിയെയും തീവ്രവാദികളെ പ്രതിദാനം ചെയ്യുന്ന രാഹുവിനെയും ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോഴത്തെ ഗോചര ഗ്രഹനില പ്രകാരം അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. റഷ്യ, ഇസ്രയേൽ, ഇറാൻ എന്തിനേറെ നമ്മളുടെ ഭാരതഭൂമിയും തീവ്രവാദത്തിന്റെ മുൾമുനയിലാണ്. ഇപ്പോൾ അമേരിക്കയിലും കലാപങ്ങൾ നടക്കുന്നു. അമേരിക്കൻ പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്, പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. യുക്രൈൻ എന്ന ചെറു രാജ്യം റഷ്യയിൽ കയറി റഷ്യക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചതിന്റെ ജാള്യത മറയ്ക്കാൻ എന്നുള്ള രീതിയിൽ വളരെ പ്രതികാര രീതിയിൽ റഷ്യ ഉക്രൈനിലേക്ക് നിരന്തരം ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉക്രൈൻ ജനത കടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ, ഇറാൻ, പാലസ്തീൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യുദ്ധത്തിന്റെ കെടുതി വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ആൾനാശവും അർത്ഥനാശവും ചൊവ്വയുടെയും കേതുവിന്റെയും ഈ യോഗം മൂലം അവർ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കന്നിരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ കപ്പൽ അപകടമാണ് കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ജനതയും ആശങ്കയിലാണ്. ഈ ദോഷഫലങ്ങളുടെ അനന്തരഫലങ്ങൾ നമ്മളുടെ ചാരത്തേക്ക് കൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പൊതുവെ രാജ്യത്തിനും സമൂഹത്തിനും മാത്രമല്ല ദോഷകരമാകുന്നത്, ഏതാനും ചില നക്ഷത്രക്കാർക്കും ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ജാതക സംബന്ധമായി ഗോചരത്തിൽ ചൊവ്വ, കേതു, രാഹു, ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദോഷ അവസ്ഥ മൂലം വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വൃശ്ചികക്കൂറുകാർ, പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർ എന്നിവർക്കും ചൊവ്വയുടെ ഈ ചിങ്ങം രാശിയിലെ സഞ്ചാരം അതീവ ക്ലേശകരമായിരിക്കും. എല്ലാ കാര്യത്തിലും ഈ 2 രാശിക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവർ ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. 2025 സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയിലാണ്, നിയന്ത്രണത്തിലാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. 2025 മാത്രമല്ല, 2014 തുടങ്ങിയ ഇനി അങ്ങോട്ടുള്ള യുഗം മുഴുവൻ നിയന്ത്രിക്കുക മുരുക ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദോഷശമനത്തിനായി നരസിംഹമൂർത്തിയെയോ മുരുക ഭഗവാനെയോ നിത്യം പൂജിക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 6 നക്ഷത്രക്കാർ. നിരവധി നരസിംഹ മന്ത്രങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളും ഞാൻ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ട് മന്ത്രങ്ങൾ ജപിക്കുക.
ഓം വജദ്ഭുവേ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രത്തെ നിങ്ങൾക്ക് നിത്യം ജപിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കുക. 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ അത് നൽകുന്നതാണ്. അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു ഗോചര കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഈശ്വരാധീനം ഒന്ന് മാത്രമാണ് എല്ലാവർക്കും അഭയം. നമുക്കൊന്നിച്ച് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ വിഷയം നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.